ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വീണ്ടും കുടിശ്ശിക പെൻഷൻ വിതരണം ആരംഭിക്കുന്നു. വിധവ, വാർദ്ധക്യ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന 60 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ നിന്നും ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരും. വരാൻ പോകുന്ന ഇലക്ഷനിൽ പെൻഷൻ കുടിശ്ശികയായി കിടക്കുന്നത് തിരിച്ചടിയാകുമെന്ന കാരണത്താൽ പെൻഷൻ വിതരണ ക്രമങ്ങൾ സർക്കാർ വേഗത്തിലാക്കി. ഇതിനുള്ള ശ്രമം സർക്കാർ മാർച്ച് മാസത്തിൽ തന്നെ ആരംഭിച്ചിരുന്നു. പെൻഷൻ തുക കുടിശ്ശിക അടക്കം വിതരണം ചെയ്യുന്നതിലേക്കായി ഇടക്കാല വായ്പ അനുവദിക്കണമെന്ന ആവശ്യമായി സംസ്ഥാനം നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും കുടിശ്ശിക അടക്കം വിതരണം ചെയ്യുന്നതിലേക്കായി 5000 കോടിയുടെ വായ്പാ സഹായം സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് 3000 കോടി അനുവദിക്കുകയും ഇതിൻ്റെ ആദ്യഗഡുവെന്നോണം 1000 കോടിയുടെ കടപത്ര ലേലം ഇന്നലെ മുംബൈ ഫോർട്ട് ഓഫീസിൽ നടക്കുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യനിൽ നിന്നും 2000 കോടി രൂപ സംസ്ഥാനം കടമെടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതിനാൽ ഈ മാസം 22 കൂടി തുക വിതരണം പ്രഖ്യാപിച്ചു. മെയ് മാസം ആദ്യവാരത്തിൽ തന്നെ പെൻഷൻ തുക വിതരണം ചെയ്യുമെന്നുള്ള ഏറ്റവും പുതിയ സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മെയ് മാസം 2ാം വാരത്തോടു കൂടി പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടികൾ വേഗത്തിലാക്കുന്നത്. ആദ്യ ആഴ്ചയിൽ 2 മാസത്തെ തുകയായ 3200 രൂപ കൂടി എത്തിച്ചേരും. തിരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ വായ്പയ്ക്ക് കേന്ദ്രം അനുമതി നൽകും. ഈ സാമ്പത്തിക വർഷം 37,000 കോടി രൂപയാണ് സംസ്ഥാനത്തിന് കടമെടുക്കാനാവുക. മെയ് മാസം അവസാനമാകുമ്പോഴേക്കും പെൻഷൻ തുക മുഴുവനായി വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ നീക്കം. വരും ദിവസത്തെ സർക്കാർ സംബന്ധമായ അറിയിപ്പുകളും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും കൃത്യമായി അറിയാൻ ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിനും ലൈക്കിനും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.